നമ്മളിനി നേരെ പോകുന്നത് എറണാകുളം കോതമംഗലത്തേക്കാണ്. കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ വീടിന് മുകളിലേക്ക് പന മറിച്ചിട്ട് കാട്ടാനക്കൂട്ടം. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. ആദ്യം ദൃശ്യം കാണാം. ഒരു 6-7 വർഷമായിട്ട് കാട്ടാനയുടെ വലിയ ശല്യമാണ്. ഇവിടെ 3 കോടി രൂപയുടെ ട്രെഞ്ച് ഫെൻസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. യാതൊരു പ്രയോജനമില്ല. ആന ട്രെഞ്ച് ഇടിച്ചു നിരത്തിയും ഫെൻസിങ് തകർത്തുമാണ് നമ്മുടെ പറമ്പുകളിലേക്ക് വരുന്നത്. ഇവിടെ ആള് താമസം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു മോളും താമസിച്ച വീടാണിത്. പിണൂർകുടി പന്തപ്രയിലും ഇതേ അവസ്ഥകൾ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് പോലും ആർക്കും ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയാണ് നടക്കുന്നത്. ആൻ മരിയ സണ്ണി വാർത്തകൾ ചേരുന്നു. ആൻ, ഇത് കുട്ടമ്പുഴ പിണവൂർക്കുടി എന്നൊക്കെ പറയുന്നത് കാട്ടാന ശല്യമുള്ള മേഖല തന്നെയാണ് തോന്നുന്നു, നേരത്തെയും അല്ലേ ആൻ? തീർച്ചയായിട്ടും കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ, അതായത് ഈ കാട്ടാനശല്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പിണവൂർക്കുടി അടക്കമുള്ള വിവിധ മേഖലകളിലെ ഈ കാട്ടാനശല്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. പലതവണയായിട്ട് നാട്ടുകാരുടെ പരാതിയും വലിയ പ്രതിഷേധത്തെയൊക്കെ തുടർന്നാണ് കോടികൾ മുടക്കി അവിടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളത് തകർത്തുകൊണ്ടാണ് കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള കാര്യം. കാരണം ഈ ഫെൻസിംഗ് ഒക്കെ തകർത്ത് കാട്ടാനയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ ജനവാസ മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉയരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഒരു വീടിന് നേരെ ഉണ്ടായിരിക്കുന്നത്. വീട്ടിലേക്കാണ് മരം അത് കാട്ടാന തള്ളിമറിച്ചിടുകയെന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ആ വീട്ടിൽ കുട്ടികളടക്കം, അതായത് കുഞ്ഞു കുട്ടികളടക്കമുള്ളവരുണ്ടായിരുന്നു. 10 വയസ്സുകാരിയായിട്ടുള്ള മകൾ വരെ വീട്ടിലുണ്ടായിരുന്നു. ആ കുട്ടികളെ കൊണ്ട് അവിടെ നിന്ന് അവിടെ താമസിച്ചിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് കാട്ടാനയുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് പുലർച്ചെയും കൂടിയാണ്, ഇരുട്ടൊക്കെയുള്ള സമയമാണ്. എങ്ങോട്ട് ഓടി രക്ഷപ്പെടണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു സാഹചര്യമാണ് എന്നും ആ നാട്ടുകാർ പറയുന്നു. വലിയ നഷ്ടം ആ വീടിനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.